പ്രിയ പ്രേക്ഷകരെ, നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള ഒന്നായിരുന്നു ഈ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയം. അത് ദീർഘകാലമായി മാധ്യമങ്ങളിൽ വാർത്തകളിൽ നിറയുന്ന ഒന്നാണ്. പക്ഷേ പിന്നീട് അത് സജീവമാക്കപ്പെട്ടത് UDF സർക്കാർ അധികാരത്തിൽ വരികയും അങ്ങനെ അധികാരത്തിൽ വന്നപ്പോൾ ഇടത് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ KSU അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ അതൊന്നും മറന്നു പോകില്ല എന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനങ്ങളിൽ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് MR അജിത് കുമാറിനോടക്കം സ്വീകരിക്കുന്ന നിലപാടുകൾ സർക്കാർ മയപ്പെടുത്തിയോ എന്ന ഒരു സംശയം ആണ് ഉണ്ടായത്. ഇപ്പോഴിതാ അജിത് കുമാറിന് DGP ആയി സ്ഥാനക്കയറ്റം ലഭിക്കുമോ അതോ ആ നീക്കത്തിന് സർക്കാർ ചെക്ക് വയ്ക്കുമോ? അതിൽ കോൺഗ്രസുകാർക്ക് തന്നെ വ്യക്തതയില്ല എന്നുള്ളതാണ്. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചെന്ന പരാതിയിൽ ADGP അജിത് കുമാറിനോട് ആഭ്യന്തര വകുപ്പ് മൃദു സമീപനം സ്വീകരിക്കുന്നു എന്ന വിമർശനം കോൺഗ്രസിനകത്ത് തന്നെ ശക്തമാണ്. അന്ന് മർദ്ദനമേറ്റ AD തോമസ് MLA-യും അജയ് ജൂവൽ കുര്യാക്കോസും ഇന്ന് മുഖ്യമന്ത്രിയെ കാണും എന്നാണ് നമ്മൾ അറിയുന്നത്. കേസിൽ MR അജിത് കുമാറിനോട് DGP വിശദീകരണം തേടും. ഇതിന് പിന്നാലെ നടപടി ഉണ്ടാകുമോ എന്നതിൽ ആണ് എല്ലാവർക്കും ആകാംക്ഷ. ഞാൻ വീണ്ടും ഡാനിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലടക്കം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ CM-നോട് ചോദിച്ചിരുന്നു, VD സതീശനോട് ചോദിച്ചിരുന്നു. അദ്ദേഹം അന്നേരം പറഞ്ഞത് എന്തായിരുന്നു അത് നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. ആഭ്യന്തരമന്ത്രി വളരെ ഭംഗിയായിട്ട് അത് വിശദീകരിച്ചു. നടപടിക്രമങ്ങൾ നിങ്ങളല്ല നടപടിയെടുക്കേണ്ടത്, മാധ്യമങ്ങളല്ല നടപടിയെടുക്കേണ്ടത്, ഗവൺമെന്റാണ്. ഗവൺമെന്റ് അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് ഞങ്ങൾ ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? അത് നടപടി എടുക്കുമ്പോൾ നിങ്ങളെ അറിയിക്കും. അതാണ് അത്. അപ്പ അറിഞ്ഞാൽ മതി നിങ്ങൾ എന്താ ചെയ്യാൻ പോണേന്ന്. നിങ്ങൾ അപ്പ അറിഞ്ഞാൽ മതി, ഞങ്ങൾ പറയും. നിങ്ങൾ അപ്പ അറിഞ്ഞാൽ മതി എന്താണ് ഇതിന്റെ നടപടിക്രമമെന്നും ഞങ്ങൾ എന്താ ചെയ്യാൻ പോണേന്നും തീരുമാനം എടുത്തിട്ട് നിങ്ങളെ അറിയിക്കും. അപ്പൊ നിങ്ങൾ അറിഞ്ഞാൽ മതി. യെസ്, ആ തീരുമാനം എന്ത് എന്നതിൽ ആണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ ആശങ്കയുണ്ടാകുന്നത്. എന്തായാലും AD തോമസിനും ഈ വിഷയത്തിൽ വ്യക്തതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയെ കാണേണ്ട ഒരു സാഹചര്യം എന്ത് എന്നുള്ളതാണ്. ഡാൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നൽകിയതാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി വാർത്താസമ്മേളനങ്ങളിൽ പറയുന്ന വാക്കുകൾ, നിലപാടുകൾ അത് കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തെ വേദനിപ്പിക്കുന്നുണ്ട്. അവർക്ക് എതിർപ്പുകൾ ഉണ്ട് എന്നത് അവരുടെ ഹാൻഡിലുകളിൽ കൂടി തന്നെ വ്യക്തമായി കഴിഞ്ഞതാണ്. ഇനി അറിയേണ്ടത് ഈ അജിത് കുമാറിന് സംരക്ഷണമാണോ സർക്കാർ ഒരുക്കുക എന്നതാണ്. ആലപ്പുഴയിലെ പോലീസ് മർദ്ദനത്തിൽ സംസ്ഥാന സർക്കാർ, അതായത് UDF-ന്റെ സർക്കാർ രൂപീകൃതമായതിനു ശേഷം എടുത്ത ആദ്യ നടപടികളിലൊന്നാണ് ഈ പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് പ്രത്യേക സമിതിയെ രൂപീകരിക്കുക എന്നത്. അത് ചെയ്തു. SIT രൂപീകരിച്ചു. അവർ അന്വേഷണം നടത്തി. ഈ അന്ന് ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തി. ആ മൊഴിയിൽ ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതരമായ ചില പരാമർശങ്ങൾ ഉൾപ്പെട്ടുവെന്ന വിവരം നേരത്തെ പുറത്തുവന്നു. അതിനുശേഷമാണ് അതുമായി ബന്ധപ്പെട്ട സമഗ്രമായ റിപ്പോർട്ട് പോലീസ് മേധാവിക്ക് കൈമാറിയത്. ആ റിപ്പോർട്ട് പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിന് കൈമാറുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും MR അജിത് കുമാറിന്റെ വിശദമായ മൊഴി വീണ്ടും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടാകുകയും ചെയ്തതിന്റെ ഇടയിലാണ് പാർട്ടിക്കുള്ളിൽ തന്നെ പാർട്ടിയിലെ പോഷക സംഘടനകൾക്കിടയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ ഉയർന്നത്. ആ ആശങ്കയുടെ അടിസ്ഥാനം MR അജിത് കുമാറിനെതിരെയുള്ള നടപടി വൈകുന്ന സാഹചര്യമുണ്ടായാൽ അടുത്ത ആഴ്ച DGP സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട സ്ക്രീനിംഗ് കമ്മിറ്റി ചേരുമ്പോൾ മറ്റ് നിയമ നടപടികളൊന്നും അജിത് കുമാറിനെതിരെ ഇല്ലായെങ്കിൽ അദ്ദേഹം സ്വാഭാവിക ക്രമേണ DGP-മാരുടെ പട്ടികയിലേക്ക് ഇടം പിടിക്കും. അതിനുള്ള ഒരു അവസരം ബോധപൂർവ്വം ഒരുക്കുകയാണോ UDF സർക്കാർ എന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അല്പസമയം മുമ്പ് നമ്മൾ കേട്ട മുഖ്യമന്ത്രിയുടെ പ്രതികരണം മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് വ്യക്തമായി വന്നത്. നടപടി എടുക്കേണ്ട സമയത്തെടുക്കും, അത് മാധ്യമങ്ങളല്ല തീരുമാനിക്കുന്നത്, അതിന് ചില കീഴ്വഴക്കങ്ങൾ ഉണ്ട് എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് കുറച്ച് ക്ഷുഭിതനായി പ്രതികരിച്ചത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പഴുതുകൾ അടച്ചുകൊണ്ട് മാത്രമേ ഇതിലൊരു തുടർ നീക്കങ്ങളിലേക്ക് സർക്കാരിന് കടക്കാൻ കഴിയൂ, ആഭ്യന്തര വകുപ്പിനെ കടക്കാൻ കഴിയൂ. കാരണം അദ്ദേഹം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഏതെങ്കിലും ഒരു വീഴ്ച ഈ നടപടികളുടെ ക്രമത്തിൽ ഉണ്ടായാൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ട്രിബ്യൂണലിനെ സമീപിക്കാം. ആ ട്രിബ്യൂണലിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നൊക്കെ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു തീരുമാനം പിന്നീടുണ്ടായാൽ അത് ആഭ്യന്തര വകുപ്പിനും സർക്കാരിനും വലിയ തിരിച്ചടിയായി മാറും. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത ഇല്ലാതാക്കിക്കൊണ്ട് വേണം ഈ നടപടി ഉറപ്പാക്കാൻ. അതാണ് ആഭ്യന്തര വകുപ്പ് നേരിടുന്ന വെല്ലുവിളി. അതിനിടയിലാണ് ഈ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് മുന്നിലേക്ക്, ആഭ്യന്തരമന്ത്രിയുടെ മുന്നിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. എത്തിയാൽ ഉടൻ നടപടി ഉണ്ടാകുമെന്ന കാര്യം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം പോലെ മറുവശത്ത് നിന്ന് വരുന്നത്. എന്തായാലും ഈ ആശങ്കകൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഇന്ന് ഈ പോലീസ് മർദ്ദനത്തിന് ഇരകളായ
AD തോമസ് MLA-യും അജയ് ജുവൽ കുര്യാക്കോസും മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ സമയം ചോദിച്ചിരിക്കുന്നത്. അവർ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഈ വിഷയത്തിൽ അവർക്കുള്ള ആശങ്ക അറിയിക്കും. ആ ആശങ്ക അറിയിക്കുമ്പോൾ മുഖ്യമന്ത്രി അവർക്ക് എന്ത് മറുപടി നൽകും, അതോടൊപ്പം അതിനുശേഷം ആഭ്യന്തര വകുപ്പുമായി കൂടിയാലോചിച്ച് തുടർ നീക്കങ്ങൾ MR അജിത്കുമാറിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്. പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കാറുണ്ട്. അതേസമയം അതിലൊക്കെ ഉള്ള മറുപടി ഇപ്പോൾ KSUവിന് ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അതൃപ്തി ഉണ്ടായിരുന്നു. അബിൻ വർക്കി അടക്കം ഒപ്പുവെച്ച പരാതിയാണ് ഉയർന്നു വന്നത്. അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി നമ്മളെല്ലാം കേട്ടതാണ്. ഇതൊക്കെ KSU ആണോ തീരുമാനിക്കേണ്ടത്? KSUവിന്റെ യൂണിറ്റ് ആണോ തീരുമാനിക്കേണ്ടത്? അജിത് കുമാറിന്റെ കാര്യത്തിൽ നടപടി ഉണ്ടാകുമോ? അതൊക്കെ സർക്കാർ സ്വീകരിച്ചുകൊള്ളും എന്നതാണ്. ഇതേ അജിത് കുമാറിനെതിരെ നിരവധിയായ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ. എന്തിനേറെ പറയുന്നു, CPI കഴിഞ്ഞ സർക്കാരിന്റെ ഘടകകക്ഷിയായി CPIക്ക് പോലും അജിത് കുമാറിന്റെ ഇടപെടലുകളിൽ അതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുകയാണോ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ അതിന് ഈ തരത്തിലാണ് മറുപടി. അപ്പോൾ ഈ നേതാക്കൾക്ക് കഴിഞ്ഞ ദിവസം KSUവിന്റെ നേതാക്കൾക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം നൽകിയില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നിരുന്നു. KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അലോഷ്യസ് സേവർ തന്നെ ഞങ്ങൾ ധിക്കാരികൾ എന്ന സൂചന അത് VD സതീശനാണ് നൽകുന്നത്. അങ്ങനെയൊക്കെ പാർട്ടിക്കകത്തുള്ളവർക്ക് നൽകേണ്ടതായി വരുന്നു. അപ്പോൾ ഈ AD തോമസ് ഒക്കെ കൂടിക്കാഴ്ച നടത്തുമ്പോൾ പോലും അതിലൊരു കൃത്യമായ മറുപടി അവർക്ക് ലഭിക്കുമോ എന്ന് പോലും ഉറപ്പാകാത്തൊരു പശ്ചാത്തലമല്ലേ ഡാൻ? അതായത് റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ അതിൽ എന്ത് തുടർ നീക്കങ്ങളിലേക്ക് കടക്കാൻ കഴിയുമെന്ന കാര്യം സർക്കാരിന് തീരുമാനിക്കാൻ കഴിയൂ. ആ റിപ്പോർട്ട് ഇതുവരെ തങ്ങളുടെ കൈവശം എത്തിയിട്ടില്ല എന്നാണ് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കുന്നത്. എത്തിയാൽ മാത്രമേ തുടർ നീക്കങ്ങളിലേക്ക് കടക്കാൻ കഴിയൂ. പക്ഷേ അത് എത്തുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട ചില നിയമോപദേശം തേടിയിട്ടുണ്ട്. അതായത് ഈ ആരോപിക്കപ്പെടുന്ന ആരോപണങ്ങൾ MR അജിത്കുമാറിന്റെ ഇടപെടൽ റിപ്പോർട്ട് തിരുത്താനും ഇതൊരു ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെയുണ്ടായ സ്വാഭാവികമായ നടപടിക്രമം മാത്രം എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ഇടപെടൽ MR അജിത്കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. ആദ്യം ഈ കേസിന്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ തങ്ങളെ സമ്മർദ്ദം ചെലുത്തി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സമയത്ത് തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി റിപ്പോർട്ട് മാറ്റി എഴുതിപ്പിക്കുകയായിരുന്നു. അതിൽ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയെന്നാണ് ആ മൊഴിയെന്നാണ് പരാമർശം. അങ്ങനെയെങ്കിൽ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന സാധൂകരിക്കുന്ന തെളിവുകൾ കൂടി ഈ റിപ്പോർട്ടിനൊപ്പം ആഭ്യന്തര വകുപ്പിന് കൈമാറണം. അങ്ങനെ കൈമാറിയാൽ മാത്രമേ ഇതിൽ തുടർ നടപടികളിലേക്ക് കടക്കാൻ ആഭ്യന്തര വകുപ്പിന് കഴിയുകയുള്ളൂ. കാരണം അത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ MR അജിത്കുമാറിന് പിന്നീട് നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹത്തിന് കൃത്യമായ ഒരു പ്രതിരോധം തീർക്കാൻ കഴിയും. ഇത് രാഷ്ട്രീയ വകപോക്കലാണ്. താൻ ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ക്രമസമാധാന ചുമതല വഹിച്ചതിലുള്ള വൈരാഗ്യം തീർക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായാൽ, അജിത് കുമാറിന്റെ കോടതിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു സാഹചര്യം പിന്നീടുണ്ടായാൽ അത് സർക്കാരിന് വലിയ നാണക്കേടും തിരിച്ചടിയുമായി മാറും. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് ഈ സാവകാശം തേടിയിരിക്കുന്നത്. ഇത് വിശദമായി പഠിക്കാനെന്നാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും കാത്തിരിക്കാം ഈ ഇരകൾക്ക് എന്ത് മറുപടിയാകും മുഖ്യമന്ത്രി നൽകിയതെന്നറിയാം. തീർച്ചയായും അജിത് കുമാറിനെതിരെ വലിയ വിമർശനം പാർട്ടിക്കകത്ത് നിന്ന് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അന്ന് പ്രതിപക്ഷത്തിരിക്കെ കോൺഗ്രസ് ഏറ്റവും വലിയ ആയുധമാക്കി മാറ്റിയ ഒന്നായിരുന്നു ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തിയ ആ മർദ്ദനം എന്നത്. അവിടെയാണ് അതിൻ്റെ ഗൂഢാലോചനയടക്കം നടത്തി എന്ന് വിമർശിക്കപ്പെടുന്ന അജിത് കുമാറിനെ സംരക്ഷിക്കുമോ, അതെയോ നടപടിയുണ്ടാകുമോ? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സ്ഥാനക്കയറ്റമായിരിക്കുമോ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അജിത് കുമാറിന് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതിൽ ആണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആശങ്ക. അതുമായി ബന്ധപ്പെട്ട് എതിർപ്പുകളും വിയോജിപ്പുകളും ഒക്കെ പലപ്പോഴായി കോൺഗ്രസിൻ്റെ പല ഹാൻഡിലുകളിൽ നിന്ന് പുറത്തു വരികയും ചെയ്ത പശ്ചാത്തലം ആണ് ഉള്ളത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. അതിനു മുമ്പ് ഇന്നത്തെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.